കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി നമ്മുടെ ദൈവത്തിന് വാഴ്വുകൾ. പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവവചന പഠനത്തിനായിട്ട് ഈ വിർച്വൽ മീഡിയയിൽ കൂടി വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെയും യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലകളായ സകല വിശുദ്ധന്മാരെയും വന്ദനം ചെയ്യുന്നു. എല്ലാവർക്കും അഭിവാദനങ്ങൾ. ദൈവം നമ്മെ ഇതുവരെ കൺമണി പോലെ കാത്തു, ഉള്ളം കരങ്ങളിൽ നമ്മെ വരച്ചു വഹിച്ചു. സ്തോത്രം. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള വാഗ്ദത്തം നിവർത്തിക്കുവാൻ നമ്മുടെ ദൈവം നിത്യനും ശക്തനും ആകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. കർത്താവായ യേശുവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് പ്രത്യാശയോടും അതിലുപരി വിശുദ്ധിയോടും കൂടെ ജീവിപ്പാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. സ്തോത്രം. പാപത്തിന്റെ വഞ്ചനയിൽ പെട്ടുപോകാതിരിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് ദൈവത്തോട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. The purpose of millennium. ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ, അതാണ് നാം ഇന്നലെ പഠിക്കുവാൻ ആരംഭിച്ചത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടു, ഏറ്റവും ഒന്നാമത് തിരുവെഴുത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലെ വിശുദ്ധന്മാർക്ക് പ്രതിഫലം നൽകുവാൻ, അഥവാ നീതിമാന്മാർക്ക് പ്രതിഫലം നൽകുവാനാണ് സഹസ്രാബ്ദ വാഴ്ച. ഒരു ഉദ്ദേശം മാത്രമല്ല, പല ഉദ്ദേശങ്ങളുണ്ട്. അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണ്. The first purpose we discussed yesterday was to reward the righteous, to reward the saints. വിശുദ്ധന്മാർക്ക് അഥവാ നീതിമാന്മാർക്ക് പ്രതിഫലം നൽകുക എന്ന് വെച്ചാൽ നമ്മുടെ വിശുദ്ധ ജീവിതം വെറുതെ അല്ലാന്ന്. നമ്മൾ നീതിമാന്മാരായിരിക്കുന്നെങ്കിൽ, ഇവിടെ കഷ്ടവും നഷ്ടവും ഒക്കെ സഹിക്കുന്നെങ്കിൽ നമുക്കതിന് പ്രതിഫലമുണ്ട്. സ്തോത്രം. കോമ്പൻസേഷൻ കർത്താവ് തരുമെന്ന്. സ്തോത്രം. സത്യത്തിൽ ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങുന്ന ഒരു രീതിയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അല്പം നഷ്ടപ്പെടുത്തിയിട്ട് ഏറെ നേടുന്ന അനുഭവം, അല്പം സഹിച്ചിട്ട് ഏറെ തേജസ് പ്രാപിക്കുന്ന അനുഭവം. സ്തോത്രം. ഗിവിങ് എ ലിറ്റിൽ, just as people fish by hooking, just giving a bit of bait and catching big fish. ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിലെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, ഈ കൊച്ചു മണ്ണരയെ, എർത്ത് വോം, മണ്ണരയെ പിടിച്ച് അതിനെ ഇച്ചിരിച്ചിരിച്ച് മുറിച്ച് ഈ ഹുക്കേൽ, ഈ എന്താണ് പറയുന്നത്, ചൂണ്ടയിൽ കൊളുത്തി മീൻ പിടിക്കുന്നതാണ്. പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പിന്നീട് ഞാൻ ചിലരുടെ സ്ഥലത്ത് കണ്ടിട്ടുള്ളത്, ഇവർ പിടിച്ച മീനിനെ തന്നെ പിടിച്ചിട്ട് ആ മീനിനെ ചൂണ്ടയിൽ കൊളുത്തിയിടും. ഞാൻ ആദ്യമായിട്ടൊക്കെ കണ്ടപ്പം വിചാരിച്ചു, നല്ലപോലെ ഒന്ന് വറക്കാൻ പറ്റിയൊരു മീനുണ്ട്, അതിനെയാ ഇവര് ചൂണ്ടയിടാൻ പോകുന്നത്.
പിന്നീടാണ് കണ്ടത് ഈ ഒരുവിധം വലിപ്പമുള്ള മീനിനെ ചൂണ്ടയിൽ കൊളുത്തിയിട്ടിട്ട് വളരെ വലിപ്പമുള്ള മീനിനെ പിടിക്കുക. അപ്പം ഇന്ന് വിശുദ്ധന്മാർ, നീതിമാന്മാർ എന്തെങ്കിലുമൊക്കെ ചിലവിടുന്നതിനും സഹിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമൊക്കെ കർത്താവ് നമുക്ക് പ്രതിഫലം തരും. അപ്പോൾ നീതിമാന്മാർക്ക്, വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുക എന്ന ലക്ഷ്യം കർത്താവിന്റെ സഹസ്രാബ്ദത്തിനുണ്ടെന്ന് കണ്ടു. ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട്, അപ്പോസ്തലന്മാരോട് തന്നെ ചെയ്ത വാഗ്ദത്തം നമ്മൾ കേട്ടു. രണ്ടാമത് നമ്മൾ കണ്ടത് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരിക. ശിഷ്യന്റെ പ്രാർത്ഥനയാണ് മത്തായി 6:9 മുതൽ 13 വരെയും ലൂക്കോസ് 11 അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിലും നാം കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ. ആ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് ലോകസ്ഥാപനം മുതൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ സ്ഥാപനം. മൂന്നാമത് നാം കണ്ടു പ്രധാനപ്പെട്ട ചില ഉടമ്പടികളുടെ പൂർത്തീകരണം. ആ ഉടമ്പടികൾ നാം പ്രധാനമായിട്ടും 3 അല്ലെങ്കിൽ 4 ഉടമ്പടികളാണ് കാണുന്നത്. ഒന്ന് എബ്രഹാമിക് കവനന്റ്, അബ്രഹാമ്യ ഉടമ്പടി. അബ്രഹാമിന്റെ ഉടമ്പടിയിൽ നാം കാണുന്നത്, സ്തോത്രം, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. about the seed and about the land. ഒരു സന്തതിയെക്കുറിച്ചും 2 ദേശത്തെക്കുറിച്ചും. സന്തതിയിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഏകൻ എന്ന ക്രിസ്തുവും, ഒരു സമൂഹം, ഒരു ജാതി, ഒരു നേഷൻ എന്ന ഇസ്രായേലും. ദേശം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം. സ്തോത്രം. ദൈവം അവർക്ക് കൊടുക്കുമെന്ന് ബൗണ്ടറി, അതിർവരമ്പുകൾ വരെ ഏതായിരിക്കുമെന്ന് പറഞ്ഞാണ് കർത്താവ് കൊടുത്തത്. ആ ദേശം മുഴുവനുമായും ഇസ്രായേലിന് കൈവരിക. ആ ഉടമ്പടിയുടെ അക്ഷരീക നിവർത്തീകരണം. രണ്ടാമത് നാം കണ്ടു, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് പാലസ്തീനിയൻ കവനന്റ്, പലസ്തീന്യ ഉടമ്പടി. അവിടെ വരുന്നത് ദേശത്തെക്കുറിച്ച് തന്നെയാണ്. എവിടെയെല്ലാം ജനം ചിതറിക്കപ്പെട്ടാലും അവരെ മടക്കി വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവരും എന്നുള്ളത്. മടക്കി വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവരും. മൂന്നാമത് നാം കണ്ടു ഡേവിഡിക് കവനന്റ്, ദാവീദ്യ ഉടമ്പടി. അത് 2 ശമൂവേൽ 7 അധ്യായത്തിൽ പ്രധാനമായിട്ടും കാണുന്നു. മറ്റു പല ഭാഗങ്ങളിലുമുണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചതായതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. ഇനിയും അടുത്ത ഉടമ്പടി എന്ന് പറയുന്നതാണ് ദ ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടി. സ്തോത്രം. പുതിയ നിയമം, പുതിയ ഉടമ്പടി അല്ലെങ്കിൽ പുതിയ നിയമം. യിരെമ്യാ പ്രവചനം 31 അധ്യായം 31 മുതൽ 34 വരെ. ജെറമായ ചാപ്റ്റർ 31 to 34. ഒന്ന് വായിക്കാം. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പുതിയ നിയമം.
അതേക്കുറിച്ച് നമ്മൾ യെശയ്യാ 42:6 കാണുന്നുണ്ട്. ഐശയ്യാ 42:6. There also we see about the new covenant God will establish with his people. അതും കൂടെ എടുത്തെങ്കിൽ വായിച്ചാട്ടെ. 42:6. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായി ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 7 തൊട്ട് 12 വരെയും നാം ഇതിനോട് സമാനമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് ഇസ്രായേൽ ജനത്തോട് ദൈവം ചെയ്യുന്ന ഉടമ്പടിയെക്കുറിച്ചാണ്. അതും ഒരു പുതിയ നിയമത്തെക്കുറിച്ച്. സ്തോത്രം. യെശയ്യാ 42:6 ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. I the Lord have called you. You means the Messiah. For a righteous purpose and in righteousness. I will take you by the hand and will keep you. I will give you for a covenant to the people. People means people of Israel. For a light to the nations. സ്തോത്രം. അത് മലയാളത്തിൽ ഏത് വാക്യമാ? 5 7-ാം വാക്യം. 7. ഓക്കെ, അതുകൊണ്ടൊന്ന് വായിച്ചു. 7. യഹോവയായി ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. മശിഹായെ പറ്റിയാണ് പറയുന്നത്. ഏതാണ്ട് 40-ാം അധ്യായം മുതൽ മശിഹായെ പറ്റിയാ കൂടുതലും. അത് 50, 51, 52, 53 ഒക്കെ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം നാം കാണുന്നത് ദ സോങ് ഓഫ് ദ സഫറിംഗ് സെർവന്റ് എന്നാണ്. 53-ാം അധ്യായമൊക്കെ കഷ്ടമനുഭവിക്കുന്ന യഹോവയുടെ ദാസന്റെ സംഗീതമാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ മശിഹായെ ദൈവം വിളിച്ചിരിക്കുന്നു. അവനെ തന്നെ ജാതികൾക്ക്, ഇസ്രായേലിന് നിയമമാക്കും എന്നാണ് കർത്താവ് ഇവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ 7-ാമത്തെ വാക്യമാണ് കേട്ടോ. സ്തോത്രം. I will give you for a covenant to the people, for a light to the nations. ദൈവം പുതിയ ഉടമ്പടി ഇവിടെ ചെയ്യുന്നു. സ്തോത്രം. ഈ പുതിയ ഉടമ്പടി നിവർത്തിക്കപ്പെടേണ്ടതിന്, സ്തോത്രം, അത് അക്ഷരികമായി നിവർത്തിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് നാം ഇവിടെ കാണുകയാണ്. സ്തോത്രം. അക്ഷരികമായി ഈ ഉടമ്പടിയുടെ നിവർത്തീകരണം, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ രാജാവായിട്ട് വാഴുമ്പോഴാണ്. സ്തോത്രം. ന്യൂ കവനന്റ്. യെഹെസ്കേൽ 36:28 എസെക്കിയേൽ 36:28 You shall dwell in the land that I gave to your fathers, and you shall be my people, and I'll be your God. ഞാൻ നിന്റെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്ത് നീ പാർക്കും. സ്തോത്രം. ഞാൻ നിനക്ക് ദൈവവും നീ എനിക്ക് ജനവും ആയിരിക്കും. ഇതേ വിഷയങ്ങൾ ആത്മീയമായിട്ട് പറഞ്ഞുകൊണ്ട് പൗലോസ് ലീഹ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. 2 Corinthians chapter 6 verses from 14. അവിടെ
ഈ യെശയ്യാവിലെയും യിരെമ്യാവിലെയും വാക്യങ്ങൾ പൗലോസ് ഉദ്ധരിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ നിനക്ക് ദൈവവും നീ എനിക്ക് ജനവുമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രിപുത്രന്മാരുമായിരിക്കും എന്നൊക്കെ. എന്നിട്ടാണ് 7:1 പൗലോസ് പറഞ്ഞത്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. 2 കൊരിന്ത്യർ 7:1 വാക്യത്തിൽ ഈ വാഗ്ദത്തങ്ങളെ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് ശ്ലീഹൻ അപ്പോസൽ പറയുകയാണ്, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പറഞ്ഞു വന്നത്, ഈ പുതിയ നിയമം അത് ചെയ്യുന്നതിനെ കുറിച്ച് യെശയ്യാവും യിരെമ്യാവും യെഹെസ്കേലും ഒക്കെ നമ്മോട് പറയുന്നു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ആ പുതിയ നിയമം കർത്താവ് ചെയ്തത് ഇപ്പോൾ നമ്മളോടാണ്. എബ്രായ ലേഖനത്തിൽ നാം അതാണ് വായിക്കുന്നത്. 8-ാമത്തെ അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. Hebrews chapter 8 verses 7 to 12. There also the apostle very clearly establishes that God made a new covenant. New covenant. പുതിയ നിയമം ചെയ്തു. പുതിയ നിയമം ചെയ്തു. ആ പുതിയ നിയമത്തിന്റെ തുടക്കം നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലാണ്. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോ പുതിയ നിയമത്തിന്റെ രക്തമായിട്ട് യേശുക്രിസ്തു തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. പുതിയ നിയമത്തിന്റെ രക്തമായിട്ട്. അപ്പം അത് ആ രക്തം ചിന്തിയതിലോടുകൂടെയാണ് പുതിയ നിയമത്തിന്റെ സ്ഥാപനം ഉണ്ടാകുന്നത്. പുതിയ നിയമത്തിന്റെ സ്ഥാപനം ഉണ്ടാകുന്നത്. സ്തോത്രം. അപ്പം പഴയ നിയമത്തിൽ യാഗം കഴിച്ച് മോശ പറഞ്ഞു, ഇത് നിയമരക്തം, നിയമരക്തം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് പുതിയ നിയമം സ്ഥാപിക്കപ്പെടുന്നത്. നാം എബ്രായർ 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. സ്തോത്രം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. നാം അവിടെ കാണുന്നു, ക്രിസ്തു തൻ്റെ രക്തത്തോടെ, അന്യരക്തത്തോടുകൂടെയല്ല, സ്വന്തം രക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിലേക്ക്, അതിവിശുദ്ധ സ്ഥലത്തേക്ക്, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അക്ഷരീക സാന്നിധ്യത്തിലേക്ക് പ്രവേശിച്ചു. സ്തോത്രം. തിരുവത്താഴ സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, എന്നിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ നിന്നും, ഒന്നുമില്ലെങ്കിൽ 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ നിന്നും വായിക്കാറുണ്ട്. എന്താ? ഔവണ്ണം തന്നെ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൻ പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇത്, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമം, നിയമരക്തം.
പുതിയ നിയമം കർത്താവ് ചെയ്ത കാര്യമാണ്. അത് യേശുക്രിസ്തുവിന്റെ, ദൈവകുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെയാണെന്ന് നാം കാണുന്നു. സ്തോത്രം. എക്സോഡസ്, പുറപ്പാട് പുസ്തകം 24-8 വാക്യവും കൂടെ. എക്സോഡസ് 24:88. അപ്പോൾ മോശ രക്തമെടുത്തു ജനത്തിന്മേൽ തളിച്ചു, ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം ഇതാ എന്ന് പറഞ്ഞു. ഈ സകല വചനങ്ങളും ആധാരമാക്കി യഹോവ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തം. ഇതാണ് പഴയ നിയമം. ഇസ്രായേലുമായി ദൈവം ഏർപ്പെട്ട പഴയ ഉടമ്പടി. സ്തോത്രം. ദ ഓൾഡ് കവനന്റ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്റെ രക്തം ചിന്തിക്കൊണ്ട് സകല മാനവജാതിയോടും ഒരു പുതിയ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. അല്ലെങ്കിൽ ദൈവം സകല മനുഷ്യരോടും ഒരു പുതിയ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ആ ഉടമ്പടിയുടെ രക്തം സ്വന്തം പുത്രന്റെ രക്തമാണ്, യേശുക്രിസ്തുവിന്റെ രക്തമാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ ഒരു ജാതി എന്ന വണ്ണം, ഇസ്രായേൽ ഒരു നേഷൻ, ഒരു ജാതി എന്ന വണ്ണം അവർ ആ ഉടമ്പടിക്ക് ഇന്നും പുറത്തു നിൽക്കുക. സ്തോത്രം. അവർ അത് യേശുക്രിസ്തു അവർക്ക് വേണ്ടിയും കൂടെ അല്ല മരിച്ചത് എന്ന് ആരും ധരിക്കരുത്. ആവർത്തിക്കുന്നു, ആദ്യത്തെ ഉടമ്പടി, the old covenant was made exclusively with the Abrahamic descendants, rather the descendants of Abraham, Isaac and Jacob. പഴയ ഉടമ്പടി ദൈവം ചെയ്തത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ പരമ്പരയോട് മാത്രമാണ്, സന്തതിയോട്, ഇസ്രായേലിനോട് മാത്രമായിരുന്നു. വേറെ ആരോടും ആ ഉടമ്പടിയില്ല. അതുകൊണ്ടാണ് നാം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളത്, നമ്മൾ അന്ന് ക്രിസ്തുവിനെ കൂടാതെ ഇരുന്നപ്പോൾ. ബാക്കി ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധം ഇല്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ല. മതി. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. ഇതാണ് വാഗ്ദത്തത്തിന്റെ നിയമം. ഈ ഉടമ്പടിയെ കുറിച്ചാ പറയുന്നത്. ഓക്കെ. The covenant of the promises. While we were yet sinners, while we were yet without Christ, we had no relationship with Israel's commonwealth of Israel. Also, we were strangers for the promises of the covenant. വാഗ്ദത്തത്തിന്റെ നിയമത്തിന്, ഈ ഉടമ്പടിക്ക് ദൈവം മോശ മുഖാന്തരം അബ്രഹാമിലൂടെയാണ് തുടങ്ങിയത്. എന്നാൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അത് ഉറപ്പിക്കുന്നത് മോശ മുഖാന്തരം
പുറപ്പാട് 24:8 മനസ്സിലാകുന്നുണ്ടല്ലോ? സ്തോത്രം. പക്ഷെ അത് ഇസ്രായേലിന് മാത്രമായിരുന്നു. നാം അതിൻ്റെ പരിധിക്ക് പുറത്തായിരുന്നു. നാം ജാതികൾ എന്ന നിലയിൽ. ജാതികൾ എന്ന് പറഞ്ഞാൽ നേഷൻസ് അതർ ദാൻ ഇസ്രായേൽ. ഇസ്രായേൽ അല്ലാതെയുള്ള സകല ജാതികളെയും, സകല രാഷ്ട്രങ്ങളെയും, ദേശങ്ങളെയും, ജനജാതിയെയും ഈ ജാതികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കും. അന്ന് നമുക്ക് ഈ നിയമവുമായിട്ടൊരു ബന്ധവും ഇല്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്നു. ക്രിസ്തു ഇപ്പോൾ ക്രൂശിൽ മരിക്കാൻ പോവുകയാണ്. ആ രക്തത്തിൻ്റെ പല പേരുകളുണ്ട്. അതിൽ ഒരു പേരാണ് നിയമരക്തം, അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ രക്തം. സ്തോത്രം. എന്നാൽ ആ ഉടമ്പടി ദൈവം ചെയ്തത് യേശുവിൻ്റെ രക്തത്തിലൂടെ, ആ ഉടമ്പടി ദൈവം ചെയ്തത് ആരോടാണ്? സകല മനുഷ്യജാതിയോടും, മുഴുവൻ മാനവജാതിയോടും കൂടെയാണ്. ഇതിനെക്കുറിച്ച് വാഗ്ദത്തം ചെയ്തതാണ് നമ്മൾ യിരെമ്യാവിലും യെശയ്യാവിലും യെഹെസ്കേലിലും ഒക്കെയായിട്ട് വായിച്ച് കേട്ടത്. ആ വാഗ്ദത്തം ചെയ്തെങ്കിലും ആ വാഗ്ദത്തപ്രകാരം ദൈവം യേശുവിൻ്റെ രക്തത്തിലൂടെ സകല മനുഷ്യരോടും ഈ പുതിയ ഉടമ്പടി ചെയ്തുവെങ്കിലും ഇസ്രായേൽ ഈ ഉടമ്പടിക്കകത്തോ പുറത്തോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പുറത്താണ്. ഇസ്രായേൽ ആസ് എ നേഷൻ, ഇസ്രായേൽ ഒരു രാഷ്ട്രം, ഇസ്രായേൽ ഒരു ജാതി എന്ന നിലയിൽ ദൈവം യേശുക്രിസ്തുവിലൂടെ മുഴു മാനവജാതിയോടും ചെയ്ത ഈ ഉടമ്പടിക്ക് പുറത്താണ്. അത് എന്തുകൊണ്ടല്ല? യേശുവിൻ്റെ മരണം അവർക്ക് വേണ്ടിയും കൂടെ അല്ലായിരുന്നു എന്നതിനാലല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അവർക്ക് വേണ്ടിയും കൂടെ ആയിരുന്നു, സകല മനുഷ്യർക്കും വേണ്ടിയും കൂടെ ആയിരുന്നു. പക്ഷെ ഇന്നും പ്രായോഗികമായി ഇസ്രായേൽ ഉൾപ്പെടെ പലരും ഈ ഉടമ്പടിക്ക് പുറത്ത് നിൽക്കുകയാണ്. എന്തുകൊണ്ടല്ലെന്ന് മനസ്സിലാക്കണം. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ജീസസ് ഡിഡ് നോട്ട് ഡൈ ഫോർ ദം. Including Israel as a nation, there are so many people even now are excluded. They are standing outside of this new covenant. It is not because Jesus' death was not for them, but it is simply because they themselves keep away from this covenant. ഈ ഉടമ്പടിയിൽ നിന്ന് അവര് തന്നെ പുറത്തു നിൽക്കുന്നു. അവർ ഇതിനകത്തേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. മനഃപൂർവമോ ചിലപ്പോൾ അജ്ഞത കൊണ്ടോ, മേ ബി purposely or because of ignorance. Okay? Either of these reasons. Either deliberately they are rejecting God's offer of this new covenant. As we read in John 3:16-19. Or
it is by ignorance, or it is by ignorance. As we read in 1 Corinthians chapter 2 and verses from 7. It starts actually from 6, but actual verses are 7 and 8. അപ്പോൾ ഇന്നും ഇവർ, നമുക്ക് തൽക്കാലം ഇസ്രായേലിനെ മാത്രം എടുക്കാം. ഇസ്രായേൽ യേശു അവർക്ക് വേണ്ടിയും കൂടെ മരിച്ച് പുതിയ ഉടമ്പടി ചെയ്തിട്ടും ഇസ്രായേൽ ഒരു ദേശം, ഒരു ജാതി എന്ന കണക്കെ ഈ ഉടമ്പടിക്ക് പുറത്തു നിൽക്കുകയാണ്. യേശുവിന്റെ മരണം അവർക്ക് വേണ്ടിയും കൂടെ അല്ലായിരുന്നത് കൊണ്ടല്ല, പകരം അവർ ഈ പുതിയ ഉടമ്പടിയെ, ക്രിസ്തുവിലൂടെ ദൈവം സ്ഥാപിച്ച പുതിയ ഉടമ്പടിയെ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്, അംഗീകരിക്കാത്തത് കൊണ്ടാണ്, സ്വീകരിക്കാത്തത് കൊണ്ടാണ്. അതിന് 2 കാരണങ്ങളാകാം. ഒന്നുകിൽ അവർ മനഃപൂർവം വെളിച്ചത്തേക്കാൾ ഇരുളിനെ തിരഞ്ഞെടുക്കുന്നു, സ്നേഹിക്കുന്നു, അതുകൊണ്ടാകാം. യോഹന്നാൻ 3-ാം അധ്യായം 16 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നു. അല്ലെങ്കിൽ അവർ മനഃപൂർവം, അല്ലെങ്കിൽ അജ്ഞത കൊണ്ടാകാം. അജ്ഞത കൊണ്ട്. അതും പൗലോസ് പറയുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6, 7, 8, പ്രത്യേകിച്ച് 7, 8 വാക്യങ്ങൾ. അവിടെ പൗലോസ് എന്താ പറയുന്നത്? ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. സ്തോത്രം. അജ്ഞത കൊണ്ട അവർ അറിഞ്ഞില്ല. പക്ഷേ അജ്ഞത, അറിഞ്ഞില്ല എന്നുള്ളത് പാപത്തിന്റെ മോചനത്തിന് അല്ലെങ്കിൽ പാപരഹിതമായ അവസ്ഥയ്ക്ക് കാരണമല്ല. സ്തോത്രം. ഇന്നും ധാരാളം പേർ ഈ പുതിയ ഉടമ്പടിക്ക് പുറത്തു നിൽക്കുന്നത് ഈ 2 കാരണങ്ങളാൽ തന്നെയാ. ഒന്നുകിൽ അവർ മനഃപൂർവം യേശുവിനെ അറിഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ചിലരൊക്കെ പറയുന്നത് പോലെ എനിക്ക് നരകം മതി, എനിക്ക് യേശുവിനെ വേണ്ട. ബോധപൂർവം ക്രിസ്തുവിനെ നിരസിക്കുന്നു. വേറെ ചിലർക്ക് അറിഞ്ഞുകൂടാ, അറിവില്ലായ്മ കൊണ്ടാ. പക്ഷേ അറിവില്ലാഞ്ഞത് കൊണ്ടോ അറിഞ്ഞില്ലെന്നുള്ളത് കൊണ്ടോ പാപമില്ലാതാകുന്നില്ല. നാം അതാണ് കണ്ടത്. പുതിയ ഉടമ്പടി ദൈവം ഇസ്രായേലിന് വാഗ്ദത്തം ചെയ്തിരുന്നു. അത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവം സ്ഥാപിച്ചു. പക്ഷേ അത് വിശ്വസിക്കാത്ത പലരും, ഇസ്രായേൽ ജാതിയും, ആ ഉടമ്പടിക്ക് ഇന്നും പുറത്തു നിൽക്കുന്നു. ഇടയിൽ കയറി പറയട്ടെ, സാധുക്കളായ നമുക്ക് വിശ്വാസത്താൽ ആ പുതിയ ഉടമ്പടിയുടെ ആളുകളായി തീരുവാൻ ദൈവം ഭാഗ്യം തന്നു. സ്തോത്രം. നമ്മുടെ ബുദ്ധിവൈഭവം കൊണ്ടല്ല, നമ്മുടെ ജന്മശ്രേഷ്ഠത കൊണ്ടല്ല. ഇതും ദൈവത്തിന്റെ ദാനമാണ്, ഇതും ദൈവത്തിന്റെ കരുണയാണ്. സ്തോത്രം. നമുക്ക് ഈ കർത്താവിനെ, ഈ ഉടമ്പടിയുടെ ഭാഗമാകുവാൻ ഭാഗ്യം നൽകിയത്. Even though we were without Christ, away from God, without hope, and strangers to the promises of the covenant, but it was pleased to the Lord God
to attract us by faith, so that we may also be included in this new covenant people. And therefore now we can claim we are also a covenant people, but not the old covenant by Moses, but the brand new covenant established by the blood of the Lamb of God. Hallelujah. സ്തോത്രം. നമുക്കിന്ന് പ്രശംസിക്കുവാൻ ഇതേ ഉള്ളു കേട്ടോ. വേറെ ഒന്നിലും നമ്മുടെ പ്രശംസ അരുത്. നമ്മുടെ ഏക പ്രശംസ ഈ വിഷയത്തിലേ ആകാം. സ്തോത്രം. ജനനം കൊണ്ടോ മറ്റെന്തെങ്കിലും യോഗ്യതകൾ കൊണ്ടോ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഭാഗമാകാൻ കഴിയാതിരുന്ന എനിക്ക് ദൈവം ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തിയ കൃപയുടെ ആധിക്യത്താൽ യേശുവിൽ വിശ്വസിച്ച് പുതിയ ഉടമ്പടിക്കാരനായി തീരാൻ, ഉടമ്പടിക്കാരിയായി തീരാൻ, അഥവാ ആ ഉടമ്പടിയുടെ ജനതയായി മാറാൻ എനിക്ക് ഭാഗ്യം നൽകി. കർത്താവിന് സ്തോത്രം. സ്തോത്രം. അപ്പൊ ഇന്ന് നമ്മൾ ഈ പുതിയ ഉടമ്പടിക്കാരാണ്. അത് വെച്ചുകൊണ്ടാണ് ബൈബിളിന്റെ 2-ാം ഭാഗത്തിന് പുതിയ നിയമം, ന്യൂ ടെസ്റ്റമെന്റ്. It's not actually a testament, rather it is a new covenant. പുതിയ ഉടമ്പടി ചെയ്തിരിക്കുന്നു. അപ്പോൾ നാം ഇന്ന് പുതിയ ഉടമ്പടിയുടെ ജനതയാണ്. പക്ഷെ വാഗ്ദത്തം അക്ഷരീയമായി കിട്ടിയ ഇസ്രായേൽ ഇപ്പോഴും ഇതിന് പുറത്താണ്. എന്നാൽ അവരോട് യിരെമ്യാവിലൂടെയും ഇതര പ്രവാചകന്മാരിലൂടെയും ദൈവം വാഗ്ദത്തം ചെയ്ത ആ ഉടമ്പടിയിലേക്ക് അവരെ കൊണ്ടുവരേണ്ടതിന്, അക്ഷരീയമായി ആ ഉടമ്പടി ഒരു പുതിയ ഹൃദയം അവർക്ക് നൽകേണ്ടതിന്, കൽപ്പലകയിൽ എഴുതി കൊടുത്തതിനു പകരം അവരുടെ ഹൃദയപ്പലകയിൽ ഈ നിയമം എഴുതേണ്ടതിന്, യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ദൈവം സ്ഥാപിച്ച പുതിയ നിയമത്തിൽ ഇവരെയും കൂടെ ഉൾപ്പെടുത്തേണ്ടതിന് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന കാര്യപരിപാടിയുടെ പേരാണ് യേശുവിന്റെ സഹസ്രാബ്ദ വാഴ്ച. യേശുവിന്റെ സഹസ്രാബ്ദ വാഴ്ച. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. അതിനകത്ത് ഇസ്രായേലിനോട് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എ നാഷണൽ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. നമ്മൾ വായിച്ച വാക്യങ്ങൾ ഓർക്കുമല്ലോ. ഞാൻ അവരുടെ അകൃത്യം അല്ലെങ്കിൽ നിങ്ങളുടെ അകൃത്യം ക്ഷമിക്കും. ദേശീയമായി ഒരു വ്യക്തിയുടെ അല്ല, നോട്ട് പേഴ്സണലി, നോട്ട് ഇൻഡിവിജ്വൽ റെമിഷൻ ഓഫ് സിൻസ്, ബട്ട് നാഷണൽ റെമിഷൻ ഓഫ് സിൻസ്. ഇന്ന് നമുക്ക് പാപക്ഷമ വ്യക്തിപരമാണ്. ഓരോരുത്തരോടുമാണ് ദൈവം ക്ഷമിക്കുന്നത്, കുടുംബത്തോടല്ല. ഇവൻ നമ്മുടെ സഭകളുടെ കാര്യം പറയുകയാണെങ്കിൽ IPC-ക്കാരോടെല്ലാം ദൈവം അങ്ങ് ക്ഷമിക്കും, അല്ല. വാശി ചർച്ചക്കാരോടെല്ലാരോടും അങ്ങ് ക്ഷമിക്കും, നോ. വ്യക്തിപരമാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എന്താണ്? സ്തോത്രം. He would forgive their iniquity and forget their sin. അവരുടെ അകൃത്യം ക്ഷമിക്കും, അവരുടെ പാപത്തെ ദൈവം മറക്കും. സ്തോത്രം.
ക്ഷമിക്കുകയും ചെയ്യും, മറക്കുകയും ചെയ്യും. അതിനെയാണ് നാം മീഖാ പ്രവചനത്തിൽ കാണുന്നത്. 7-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ. സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങളെ അവൻ എവിടെ ഇട്ട് കളയുമെന്ന ഓർമ്മ കാണുമല്ലോ. To the depths of the sea. യെസ്, ടു ദ ഡീപ്പസ്റ്റ് പ്ലേസസ് ഓഫ് ദ ഓഷ്യൻസ്. സ്തോത്രം. മാരിയാന ട്രെഞ്ചിനെ കുറിച്ചൊക്കെ നമ്മൾ അന്നാണ് ചിന്തിച്ചത്. സ്തോത്രം. അപ്പോൾ സമുദ്രത്തിന്റെ ആഴത്തിൽ നമ്മുടെ അകൃത്യങ്ങളെ ഇട്ടുകളയുമെന്ന് ഉള്ള വാഗ്ദത്തമൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തിയാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. സ്തോത്രം. മറ്റൊന്ന് കർത്താവ് പറയുന്നു, I'll give you a new heart. നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം. ഇപ്പോഴുള്ള ഹൃദയം കല്ലാണ്, കട്ടിയ, ഒരു തരത്തിലും അലിയുന്നതല്ല. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, ഹൃദയമാറ്റം നടത്തും. നിങ്ങൾക്ക് മാംസളമായ ഹൃദയം തരും. അപ്പോൾ ഒന്ന്, പാപം ക്ഷമിക്കും. 2, ഹൃദയത്തെ മാറ്റിവെക്കും. 3-ാമത്തെ കാര്യം ഈ ഉടമ്പടിയിൽ പറയുന്നത് നമ്മൾ കണ്ടു. God will use Israel to reach and teach the Gentiles. To reach and to teach Gentiles. ജാതികളെ പഠിപ്പിക്കുവാൻ, പരിശീലിപ്പിക്കുവാൻ ദൈവം ഇസ്രായേലിനെ ഉപയോഗിക്കും. അതായത് ഇസ്രായേൽ നിമിത്തം ഇസ്രായേല്യരല്ലാത്തവർ ദൈവസന്നിധിയിലേക്ക് വരും, യഹോവയുടെ പരിജ്ഞാനത്തിലേക്ക് വരും. So these are the 3 elements of this new covenant promised to Israel. That literal part is still awaiting to be fulfilled. But the spiritual part is now being fulfilled in our lives. While we believed on Christ, his cross, his crucifixion, his shed blood, the blood of the new covenant, and through that we entered into a new relationship with God through this new covenant. But the original beneficiaries, the original people whom God had promised of a new covenant, they are still outside, but God will fulfill that promise during the time of millennium by putting God's word into the hearts of the people of Israel, by renewing their hearts, and by forgiving and forgetting their iniquities and sins, and making them a channel of blessings to the nations, Gentiles. ഇതാണ് പുതിയ ഉടമ്പടി. ഈ ഉടമ്പടിയുടെ സ്ഥാപനം സഹസ്രാബ്ദത്തിലായിരിക്കും നടക്കുക. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും? പക്ഷേ ഈ ഇരമ്യാവി പറയുന്നത് പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് പറഞ്ഞ ആ കാലം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ അതാണോ കാലം? അതെ. അപ്പൊ പഴയ നിയമത്തില് അത്രയും മുമ്പ് ഇത് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരിക്കുന്നവർ എങ്ങനെയാ ഇത് മനസ്സിലാക്കുന്നത്? അതുകൊണ്ടാണ് എബ്രായർ 1 പറഞ്ഞത്, ദൈവം പണ്ട് ഭാഗമായും
വിവിധമായും പിതാക്കന്മാരോട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ഡിവൈൻ റെവലേഷൻ വാസ് പ്രോഗ്രസീവ്. ദൈവിക വെളിപ്പാട് പ്രോഗ്രസീവ് ആയിരുന്നു, പുരോഗമനപരമായിരുന്നു. ഇങ്ങനെ വളരെ ചെറുതിൽ നിന്ന് വികസിച്ചാണ് വന്നത്. അതുകൊണ്ട് അന്ന് നമുക്കിന്നുള്ളതുപോലെയുള്ള കാഴ്ചപ്പാട് അവർക്ക് ഇല്ലായിരുന്നു. എന്നാൽ 1 പത്രോസ് 1:10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ആ പ്രവാചകന്മാരിൽ ഇതൊക്കെ പ്രവചിച്ച പ്രവാചകന്മാർക്ക്, കേട്ട ജനത്തിന് മനസ്സിലായില്ല. പക്ഷേ പ്രവചിച്ച പ്രവാചകന്മാർക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച്. എടുത്തെങ്കിൽ ഒന്നും കൂടെ വായിച്ചോളൂ. 1 Peter chapter 1 verse 10. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടതകളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിക്കാൻ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. കണ്ടോ? അവര് അച്ഛൻ ചോദിച്ച അതേ പദമാ ഇത്. ഈ സമയമേതെന്നവര് ആരാഞ്ഞു നോക്കി, കാലമേതെന്നവർ ആരാഞ്ഞു നോക്കി. അവർക്ക് എന്ത് മനസ്സിലായി? അവർക്ക് എന്ത് വെളിപ്പെട്ടു? മനസ്സിലായെന്നല്ല, എന്ത് വെളിപ്പെട്ടു? തങ്ങൾക്കായിട്ടല്ല എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിറവേറുന്നത് അവരുടെ ജീവകാലത്തല്ലെന്ന് മനസ്സിലായി. പിന്നെ നിങ്ങൾക്കായിട്ടാണെന്ന് മനസ്സിലായി, വെളിപ്പെട്ടു. എന്ന് വെച്ചാൽ ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ കാലത്താണ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിന്നീട് വരുന്ന മഹിമയെയും കുറിച്ച് പറഞ്ഞതെന്ന്. അപ്പൊ ആ കാലത്തെ കുറിച്ച് പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടു. പക്ഷേ ഈ പ്രവചനം കേട്ട ജനത്തിന് വെളിപ്പെട്ടില്ല. വെളിപ്പെടുത്താനൊട്ട് ദൈവം ആഗ്രഹിച്ചില്ല. കാര്യം എന്താ? അവർക്കുള്ളതല്ലായിരുന്നു. അവർക്ക് പറഞ്ഞു സുജ, തെറ്റിയാലും കുഴപ്പമില്ല. അവരുടെ ഹൃദയം കല്ലായിട്ടിരുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ ഇസ്രായേൽ മക്കളോട്, ബാക്കി പറയാമോ, ഉപമകളിലൂടെ സംസാരിച്ചത്. വായിച്ചാട്ടെ, ഉപമകളുടെ അധ്യായത്തിലേക്ക് തന്നെ പോകാം. The chapter of parables, Matthew 13, മത്തായി 13-ാം അധ്യായം. ആ 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 7 ഉപമകളാണുള്ളത്. ദൈവരാജ്യത്തെ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തെ കുറിച്ച് 7 parables, 7 ഉപമകളുണ്ട്. ഒന്നാമത്തെ ഉപമയാണ് ഏറ്റവും പ്രശസ്തം, The parable of the sower, വിതയ്ക്കുന്നവന്റെ ഉപമ. ഉപമ പറഞ്ഞു. എപ്പോഴാ ഉപമ പറഞ്ഞത്? 2-ാമത്തെയും 3-ാമത്തെയും വാക്യത്തിൽ പറയുന്നു,
വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരം എല്ലാം കരയിലിരുന്നു. മൂന്നാം അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ മതി. വിതയ്ക്ക് പുരുഷാരം കർത്താവിന്റെ അടുക്കൽ തിങ്ങിക്കൂടിയപ്പോൾ യേശു കർത്താവ് അവരോട് ഉപമകളായി സംസാരിച്ചു. ഇനി നമുക്ക് വരാം 10-ാമത്തെ വാക്യത്തിലേക്ക്. 10. പിന്നെ ശിഷ്യന്മാർ അടുക്കെ വന്നു അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. ഇത് സ്വകാര്യമായ സംഭാഷണം കേട്ടോ. മറ്റേത് ജനം വന്നപ്പോൾ പബ്ലിക്കിലാണ്, പരസ്യമായിട്ടാണ് ഉപമകളായി സംസാരിച്ചത്. എന്നാൽ ഒറ്റയ്ക്കായപ്പം ശിഷ്യന്മാർക്കൊരു സംശയം, എന്തിനാ കർത്താവ് ഇങ്ങനെ ഉപമകളിലൂടെ സംസാരിക്കുന്നത്? ഉത്തരം കേട്ടോളൂ. അടുത്ത വാക്യം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. അവർക്കോ ലഭിച്ചിട്ടില്ല. ഇസ്രായേലിനെ കുറിച്ചാ പറയുന്നത്. നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. കാരണം അടുത്തതോടെ വായിച്ചോ. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടോ അവൻ ഉള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കും. കണ്ടോ? സ്തോത്രം. എന്തുകൊണ്ടാ ഉപമകളായി സംസാരിച്ചത്? അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ദൈവം അവരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ പോലും അവര് ഗ്രഹിക്കാനോ അനുസരിക്കാനോ മനസ്സ് വെച്ചില്ല. അടുത്ത വാക്യങ്ങളിൽ അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിലെ കാര്യം എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാകരുതെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് കർത്താവ് അവരോട് ഉപമകളായി സംസാരിച്ചത്. ഇന്നലെയും മിനിയാന്നും നമ്മൾ ചിന്തിച്ചതുപോലെ യേശു തന്നെ ക്രിസ്തു അഥവാ മശിഹ എന്ന് എന്തുകൊണ്ടാ ഇസ്രായേലിനോട് കർത്താവ് തുറന്ന് പറയാഞ്ഞതും ദുരാത്മാക്കളെ പോലും അത് പറയാൻ സമ്മതിക്കാതിരുന്നതും? യേശു രോഗികളെയൊക്കെ സൗഖ്യമാക്കിയപ്പോൾ ആരോടും പറയരുതെന്നും പറഞ്ഞു വിട്ടതും ഒക്കെ എന്തുകൊണ്ടാ? ഇതാണ് കാരണം. യേശുവിനെ അവർ അറിയരുത് തന്നെ ആഗ്രഹിച്ചിരുന്നു. കാരണം അവരുടെ നൂറ്റാണ്ടുകളായുള്ള പാപത്തിന് ശിക്ഷ വിധിക്കണം. ദൈവം അവരോട് നേരിട്ട് സംസാരിച്ചു, പ്രവാചകന്മാരിലൂടെ ഇടപെട്ടു, അവർക്ക് അവരുടെ ഭാഷയിൽ എഴുതി കൊടുത്തു. പക്ഷെ ഇതൊന്നും ഗ്രഹിക്കാൻ അവര് മനസ്സ് വെച്ചില്ല, അനുസരിക്കുവാൻ മനസ്സ് വെച്ചില്ല. ഞാൻ ഇന്ന് എവിടെയോ ഒരിടത്ത് കണ്ടു ഒരു കാർട്ടൂണ്. ബിലീവിങ് ഇൻ ഗോഡ്. മറ്റൊരെണ്ണം, രണ്ടാമത്തെ കോളം ഒബേയിങ് ഗോഡ്. ബിലീവിങ് ഇൻ ഗാഡ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ. രണ്ട് കോളങ്ങളാ, രണ്ട് കോളം. അതിൽ ഒരു കോളത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, രണ്ടാമത്തെ കോളത്തിൽ ദൈവത്തെ അനുസരിക്കുന്നവർ. ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ കോളത്തിൽ നിൽക്കാൻ സ്ഥലമില്ലാത്തതുപോലെ തള്ള, ഭയങ്കര ട്രാഫിക് ജാമാ. ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ ബിലീവ് ഗാഡ്. ഏതാണ്ട് എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ റൂമിൽ ഭയങ്കര ഇടിയ, മണ്ണ് നുള്ളിയിട്ട താഴത്തില്ല.
അതേസമയം രണ്ടാമത്തെ കോളത്തിൽ, രണ്ടാമത്തെ മുറി, ഒബെയിങ് ഗോഡ്, 3-4 പേരേ ഉള്ളൂ. ഒരു റോഡിന്റെ ചിത്രം എടുത്തേക്കുന്നത്, റോഡിന്റെ ചിത്രം, വഴി. 3-4 പേര് അങ്ങും ഇങ്ങും അവരിങ്ങനെ നടന്നു പോകുന്നു. മറ്റേടത്ത് ദൈവത്തെ വിശ്വസിക്കുന്നിടത്ത് ഭയങ്കര റഷ്, ഭയങ്കര തള്ള്. ഇതുപോലെ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു, പക്ഷെ അനുസരിക്കാത്തവരും. അതും എങ്ങനെ? മനഃപൂർവം അനുസരിക്കാതിരുന്നു, അറിയാഞ്ഞത് കൊണ്ടല്ല. ദൈവം വിലപിക്കുന്ന കാര്യമാ. ഞാൻ മാറി മാറി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അയച്ചു. ആമോസൊക്കെ പറയുന്നു, ഞാൻ നിങ്ങളുടെ മക്കളിൽ തന്നെ ചിലരെ പ്രവാചകന്മാരായിട്ട് എഴുന്നേൽപ്പിച്ചു, പക്ഷെ നിങ്ങൾ അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പ്രവചിക്കരുതെന്ന്. ആമോസിലെ കാര്യമാ, ആമോസിലും ഹോശിയായിലും ഒക്കെ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഈ ജനം ദൈവം തെളിവായി പറഞ്ഞതിനെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്തവരായപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സ്തോത്രം, 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് കണ്ടോ? കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് എന്ത് ചെയ്യും? അവർക്ക് അറിയാത്ത ഭാഷയിൽ അന്യന്മാരുടെ അധരത്താൽ ഞാൻ സംസാരിക്കും. ദൈവം സംസാരിക്കും, പക്ഷെ അവർ ഗ്രഹിക്കണ്ട. ഇനിയും അവർക്ക് ഗ്രഹിക്കാവുന്ന ഭാഷയിൽ പറഞ്ഞിട്ട് അവര് ഗ്രഹിച്ചില്ല, അനുസരിച്ചില്ല. മനസ്സിലായോ? അപ്പൊ കേട്ടവർക്ക് എല്ലാവർക്കും ഒന്നും ഈ കാലത്തെ കുറിച്ചൊന്നും പിടികിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് 53-ാം അധ്യായം യെശയ്യാവ് എന്താ ചോദിക്കുന്നത്? തുടക്കം എങ്ങനെയാ? 53:1 ഐഷയ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? കണ്ടോ? ഞങ്ങൾ പറയാഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ പറഞ്ഞു, പ്രവാചകന്മാര് പറഞ്ഞു, പക്ഷേ ഇവര് വിശ്വസിച്ചില്ല. എത്ര വ്യക്തതയോടെയാ യെശയ്യാവും മീഖായും ഒക്കെ പറഞ്ഞത്, യേശു എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കുമെന്ന്. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതിയായി ജനിക്കുമെന്ന് പറഞ്ഞു. യെശയ്യാവിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, വെറും സ്ത്രീ അല്ല, കന്യക ഗർഭിണിയായി പ്രസവിക്കും. വീണ്ടും വന്നപ്പോൾ പറഞ്ഞു, വെറും ഒരു കന്യകയല്ല, ദാവീദിന്റെ കുടുംബത്തിലെ ഒരു കന്യക. സ്തോത്രം. മീഖ യെശയ്യാവിന്റെ കണ്ടംപററിയാ, സമകാലികന. മീഖ പറഞ്ഞു, എവിടെ ജനിക്കും, ഏത് ഗ്രാമത്തിൽ, ഏത് പട്ടണത്തിൽ ജനിക്കും. കണ്ടോ? ഇത്ര വ്യക്തതയോടെ പറഞ്ഞിട്ടും, അതെല്ലാം എഴുതിയിരിക്കുന്ന ന്യായപ്രമാണവും തിരുവെഴുത്തുകളും കയ്യിൽ കൊണ്ടു നടന്നിട്ടും ഇതുങ്ങൾക്ക് യേശുവിനെ മനസ്സിലായോ? ഇല്ല. ഈ ശാസ്ത്രിമാർക്കും പുരോഹിതന്മാർക്കും ഒന്നും വേറെ ഒരു പണിയില്ല, പ്രത്യേകിച്ച് ശാസ്ത്രിമാർ. അവര് 24 മണിക്കൂറും തിരുവെഴുത്തുകളും കൊണ്ടിരിക്കുക. അവരിങ്ങനെ മറിച്ചു മറിച്ച് പരിശോധിക്കുക. പരിശോധിക്കുന്ന പ്രധാന സംഗതി എന്താ? മശിഹ എവിടെയാ വരുന്നത്, എപ്പോഴാ വരുന്നത്?
അതുകൊണ്ടാണ് നമ്മൾ മിനിയാന്ന് വായിച്ചത്. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളായിരുന്നു അന്ത്രയോസ് എങ്കിലും ഫസ്റ്റ് ഡിസൈപ്പിൾ. സഹോദരനോട് പോയി പറഞ്ഞത്, ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ആ കണ്ടെത്തുക എന്ന് പറയുന്നത് തിരുവെഴുത്തുകൾ പറഞ്ഞവനെ കണ്ടെത്തി എന്ന, തിരുവെഴുത്തുകളിൽ പ്രവചിക്കപ്പെട്ടവനെ കണ്ടെത്തിയെന്ന. സ്തോത്രം. അതുകൊണ്ടാണ് യേശു തന്നിൽ വിശ്വസിക്കാതിരുന്ന പരീശന്മാരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവ ശക്തിയെയും അറിയായികയാൽ തെറ്റിപ്പോകുന്നു. You are mistaken. You are led astray. Just because you do not recognize, identify the scriptures as well as the power of God. Again, Jesus said to them, about me, it is written in your scriptures. എന്നെ കുറിച്ച് നിങ്ങളുടെ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നു. നമ്മൾ സ്നാനത്തിന് ഔപചാരികമായി പറയുന്ന ഒരു പ്രയോഗം അർത്ഥം മനസ്സിലാക്കാതെ പോകല്ലേ. ഉപദേശി വെള്ളത്തിൽ ഇറങ്ങി നിന്ന് സ്നാനപ്പെടാനുള്ള ആളിനെ ഇറക്കി നിർത്തിയിട്ട് കൈയൊക്കെ ചിലപ്പോൾ ആകാശത്തേക്ക് ഉയർത്തി ഒരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗമാണ് 1 കൊരിന്ത്യർ 15:3. തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട്, സ്തോത്രം. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോ, എന്റെ മാത്രം ശബ്ദം കേൾക്കണ്ട. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മതി, അത്ര മതി. എന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്, ഇങ്ങനെ തിരുവെഴുത്തുകളിൻ പ്രകാരം നിന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ഉയർത്തെഴുന്നേറ്റുവെന്ന് സഹോദരാ ഇന്നയാളെ നീ വിശ്വസിക്കുന്നുവോ? സ്തോത്രം. നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞതാ, മത്തായിയുടെ സുവിശേഷത്തിനകത്ത് ഞാൻ എണ്ണിയതാണ്, ഏതാണ്ട് ഒരു 130ഓളം പ്രാവശ്യം, 130 times, 130ഓളം പ്രാവശ്യം മത്തായി പറയുന്നുണ്ട്, or Matthew quoting the Old Testament directly or indirectly, fully or partially, at least 130 times, to prove that Jesus was the fulfillment of the scriptures. യേശു തിരുവെഴുത്തുകളുടെ പൂർത്തീകരണമാണെന്ന് തെളിയിക്കാൻ വേണ്ടി മത്തായി സുവിശേഷകൻ 130ഓളം പ്രാവശ്യം പഴയ നിയമത്തെ പൂർണ്ണമായോ ഭാഗികമായോ നേരിട്ടോ അല്ലാതെയോ ഉദ്ധരിക്കുന്നുണ്ട്. മനസ്സിലാക്കാണല്ലോ. സ്തോത്രം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ മക്കൾ യേശുവിനെ തിരിച്ചറിയാതെ ഈ വാഗ്ദത്തത്തിൽ നിന്ന് അകന്നു കഴിയുന്നത് കൊണ്ട് ഭോഷ്കില്ലാത്ത ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തത്തെ നിവർത്തിക്കേണ്ടതിന് ഇവിടെ ഈ ഭൂമിയിൽ തന്നെ സഹസ്രാബ്ദം വയ്ക്കുകയാണ്. അന്ന് കർത്താവ് അവരുടെ പാപങ്ങളെ ക്ഷമിക്കും, അകൃത്യങ്ങളെ പോക്കും, ഹൃദയത്തിന് മാറ്റം കൊടുത്ത് കല്ലായ ഹൃദയം മാറ്റി മാംസല ഹൃദയം നൽകും. അവർ ഇതര ജാതികൾ
ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് മുഖാന്തരമായി തീരും. ഈ പുതിയ ഉടമ്പടിയുടെ നിവർത്തീകരണം സഹസ്രാബ്ദത്തിൽ സംഭവിക്കും. ഇതാണ് അടുത്ത ഉദ്ദേശം. ഇനിയുണ്ട്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്കത് തിങ്കളാഴ്ച പഠിക്കാം. ഇതുവരെ ഉള്ളതിൽ മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നുമില്ല. സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവ് നമുക്ക് തന്ന ഈ മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്തു. ഈ ഉടമ്പടിക്ക് പുറത്തു പോകാതെ നമ്മെ തന്നെ സൂക്ഷിച്ചു. വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.